ഞങ്ങളെന്ന് വെച്ചാൽ? ഞാനും മനസ്സിലും തന്നെ, അല്ലാതാരാ? എന്താ ഒന്നും പറയാത്തത്? ഇന്ന് തന്നെ പോണോ? വീട് ജോലിക്കാരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ഇന്നത്തെ കാലത്ത്. ശരി, ചേച്ചി പോയിക്കോ. വത്സല ഇവിടെ നിൽക്കട്ടെ. അവളെ ഒറ്റയ്ക്ക് ഇവിടെ നിർത്തിയിട്ട് പോകുന്നത് ശരിയാണോടാ? ഒറ്റയ്ക്കാണോ ചേച്ചി? ഞങ്ങളൊക്കെ ഇവിടില്ലേ? ആരായിട്ട് നിർത്തിച്ച് പോകാനാണ് നീ പറയുന്നത്? അതൊക്കെ ഇനി ആവർത്തിക്കണം. സുശീല മരിച്ചിട്ട് വർഷം 2 കഴിഞ്ഞു. അവർക്ക് 2 കുട്ടികളുമുണ്ട്. ജയൻ ചെറുപ്പവുമാണ്. വത്സലയെ ജയൻ വിവാഹം കഴിച്ചാൽ അവളുടെ ചേട്ടത്തിയുടെ കുട്ടികൾക്കില്ലേ എന്റെ നേട്ടം? ഇതൊക്കെ നമ്മൾ നേരത്തെ ആലോചിച്ച് തീരുമാനിച്ച കാര്യങ്ങളല്ലേ ചേച്ചി? നീ പറയുന്നൊക്കെ ശരി തന്നെ, പക്ഷെ കല്യാണം കഴിയുന്നില്ലല്ലോ. ഏതായാലും താമസിപ്പിക്കുന്നില്ല. ജയനും സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിവാഹത്തെ നിശ്ചയിച്ചിട്ട് വിവരം അറിയിക്കാം. ഇനിയും വത്സലയോടെ നിൽക്കുന്ന വിരോധമുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. അപ്പോ ചേച്ചി സ്ഥലം ഇവിടെ ഉണ്ടിട്ടേ പോകുന്നു. On the line. Tanker KRV 7479 proceeding with illicit spirit. Tanker KRV 7479 proceeding with illicit spirit. സത്യമാണ് യമാനെ ഞാൻ പറയുന്നത്. അതിനകത്ത് സ്പിരിറ്റ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. അവര് പറഞ്ഞിട്ട് ലോറി ഓടിച്ചെന്നേ ഉള്ളൂ. ആരെ? വാടകയ്ക്കെടുത്തവർ. അവരെ പരിചയമില്ലേ? ഇല്ല. ലോറി ആരുടെയാണെന്നറിയാം? അറിയില്ല യമാനെ. ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ പകരത്തിന് കയറിയതാ. ആർക്ക് വേണ്ടിയാണ് ആ സ്പിരിറ്റ് ഇവിടെ കൊണ്ടുവന്നെന്നും അറിയില്ല അല്ലേ? ഇല്ല യമാനെ. അതിരിക്കട്ടെ, നിന്റെ പേരെന്താണെന്ന് നിനക്കറിയാം? ഗോപാലകൃഷ്ണൻ. ഉപകാരം. അതും നിനക്കറിയില്ലെന്ന് പറഞ്ഞില്ലല്ലോ. നീ പറയില്ല അല്ലടാ റാസ്കൽ. നിന്നെ കൊണ്ട് പറയിപ്പിക്കും. എന്നെ അടിക്കില്ല മോനെ. ഇനി എന്നെ ഒന്നും ചെയ്യരുത്. ഈശ്വരനെ വിചാരിച്ച് എന്നെ ഒന്നും ചെയ്യരുത്. എങ്കിൽ സത്യം പറഞ്ഞോളൂ. സത്യം പറഞ്ഞാൽ നിനക്ക് രക്ഷയുണ്ട്. ഇല്ല മോനെ, എനിക്ക് രക്ഷയില്ല. സത്യം പറഞ്ഞാൽ എന്നെ കൊല്ലും. ഏതാക്കടാ? സത്യം പറഞ്ഞ നിന്നെ ആരാ കൊല്ലുന്നത്? ഇല്ല മോനെ, ഞാൻ പറയില്ല. എന്നോടൊന്നും ചോദിക്കരുത്. പറഞ്ഞാൽ എന്റെ കുടുംബത്തിലുള്ളവരെ ഒന്നോടെ നശിപ്പിച്ചു കളയും. ആര്? ആരെന്ന് പറയൂ. നിന്നെ ഞാൻ രക്ഷിക്കാം. പറയൂ. രക്ഷിച്ചാലും ഇല്ലെങ്കിലും ഇനി ഞാൻ പറഞ്ഞേക്കാം. ലയൺ സി മേനോൻ. ലയൺ സി മേനോൻ. അദ്ദേഹത്തിൻ്റെതാണ് ലോറി. സ്പിരിറ്റും അദ്ദേഹത്തിന് വേണ്ടിയാണ്. ഇനി എന്നെ കൊന്നേക്കാം മാനെ, എന്നെ കൊന്നേക്ക്. കുട്ടമ്പിള്ളേ, അവന് കഴിക്കാൻ എന്താ വേണ്ടെന്ന് വെച്ചാ വാങ്ങിച്ചു കൊടുക്ക. ഓ, ഭദ്ര സർ, വിശപ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് രാമു എന്റെ പേര് പറഞ്ഞത്. പാവം. അവനുള്ള ചോറ് ഇവിടുന്ന് തന്നെ കൊണ്ടുപോയി കൊടുത്തേക്ക്. ഉറക്കുന്നു. അരി ശരിക്കും കൊണ്ടൊക്കെ എന്താടാ വീട്ടിൽ നിന്നാ ചോറ് ക്ഷീണമൊക്കെ മാറും. തുറക്കാൻ സുഖമായിട്ട് ഉണ്ടോണ്ട് കിടന്ന് ഉറങ്ങിക്കോ.
അച്ഛനെവിടെ? ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയി? ഇവർക്കിന്ന് ബോർഡിങ്ങിലേക്ക് മടങ്ങാനുള്ളല്ലേ, കൊണ്ടുപോകാനുള്ള എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാൻ പോയിരിക്കുക. ഏത് കടയിലാ പോയെന്നറിയാം? അറിയില്ലല്ലോ. എന്താ ചേട്ടാ കാര്യം? ഒരു ഔദ്യോഗിക കാര്യമാണ്. തുടർന്നുള്ള നടപടിക്ക് മുമ്പ് അച്ഛനോട് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അങ്കിളായിരിക്കും. ഹലോ, അതെ ഉണ്ട്, കൊടുക്കാം. പോലീസ് സ്റ്റേഷനിൽ നിന്നാ. ജയമോൻ സ്പീക്കിംഗ്. ഞാൻ ഉടനെ വരാം. ഡാഡി എപ്പോഴാ വരണേ? ഞങ്ങൾക്കിന്ന് പോണം. ട്രെയിൻ എത്ര മണിക്കാ? 4:30. ധാരാളം സമയമുണ്ട്. മക്കള് പോകുന്നതിന് മുമ്പ് ഡാഡി ഇങ്ങ് വരില്ലേ? ഡാഡി വന്നിട്ടേ ഞങ്ങൾ പോവൂ. വരാം മോളെ.